ആ സാർ എവിടെയുണ്ട്? ഞങ്ങൾ കോടതിയിലെത്തി. ആ രണ്ടുപേരെയും സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ഞാനും ചെയ്തില്ല, നീയും ചെയ്തില്ല. പോലീസിന്റെ സംശയം കൊണ്ട് നമ്മൾ സറണ്ടർ ആയി. മനസ്സിലായല്ലോ? ആവശ്യമില്ലാതെ നീ ഒന്നും സംസാരിക്കല്ലേ. പഴയ പോലെ നല്ല സാറേ ഇപ്പൊ കാര്യങ്ങള്. ചിരിച്ചു മയക്കുമല്ലേ നീ? ആ സാറേ ഇവർ രണ്ടുപേരും ആളുകൾ. ഇത് അനിൽ, ഇത് കാർത്തിക്. നമസ്കാരം സാർ. ഇവർ രണ്ടുപേരും? അതെ സാർ. ഏത് പോലീസ് സ്റ്റേഷൻ വരും? പുളിയന്തോപ്പ് പോലീസ് സ്റ്റേഷനാ സാറേ. SI ശ്രീദേവി അല്ലേ ഇവിടെ? അതെ സാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കൊള്ളാം കൊള്ളാം. ഏതാ? ആ മാഡം, ഇത് ഞാനാ, അഡ്വക്കേറ്റ് നമ്പ്യാരാണ്. പറയൂ സാർ, ഇപ്പൊ എന്താണ് ഫോൺ പെട്ടെന്ന് ചെയ്തത്? നിങ്ങളല്ലേ കാണാൻ കിട്ടാത്തത് മാഡം. ആ മാഡം, ഒരു ചെറിയ ഡീറ്റെയിൽസ് വേണം. നമ്മുടെ പെരുമാളുടെ കൊലപാതക കേസിലെ ആരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടെന്ന് പറയാമോ? ആരെങ്കിലും ഇപ്പൊ സറണ്ടർ ചെയ്യാൻ പോവുകയാണ്? ഇല്ല മാഡം, നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഒരു കേസ് വരുമെന്ന് തോന്നുന്നുണ്ട്. അതിനു വേണ്ടിയാ. ഉണ്ടെങ്കിൽ പറയും മാഡം, ഞാൻ എന്നാ പാർട്ടി അങ്ങോട്ട് നേരിട്ട് അയച്ചേക്കാം. വെറുതെ പറയുക. എങ്ങനെ അയക്കാനാ നിങ്ങള്? ചുമ്മാ തമാശ പറയാ. എന്താ ചെയ്യാ മാഡം? ഒന്ന് വേഗം നോക്കി പറയും മാഡം. രാത്രി ഉറങ്ങിയതേ ഇല്ല. പറയാം, എഴുതിക്ക സാർ. അനില്, വിമൽ, രാഹുൽ, ഗോകുൽ, സുരേഷ്, ബിജു, വിനു, ജോസഫ്, മാർക്കോസ്, ജോണി. സാർ അനിലുണ്ടെങ്കിൽ പറയണേ സാർ. സാർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. മാഡം, അനിൽ എന്ന് പറഞ്ഞ ആരും ഇല്ലേ മാഡം? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം മാഡം. താങ്ക്സ് മാഡം. ഇതിൽ അനിലാരാ? ഇവനാ സാറേ. ഭയങ്കര ഡിമാൻഡാ ഇവന്. പോലീസിന്റെ കയ്യിലെങ്ങാൻ പെട്ടിരുന്നെങ്കിൽ തീർന്നേനെ സംഭവം. നിന്റെ പേര്? എന്റെ പേര് കാർത്തിക്. കാർത്തിക്. അനില്, അഖില്, ശ്രീരാജ്. നിന്റെ പേരിലല്ലേ FIR-ല്? പിന്നെ നീ എന്തിനാ സറണ്ടർ ആവുന്നേ? കേസ് ഇല്ലാതെ സറണ്ടർ ആവുന്ന വിചാരിച്ചു? സീൽ വന്നാ വലിയ വിഷയാവും. ശരി സാർ, ശരി. ഇവന്റെ ആവശ്യമില്ല. മാത്രം വന്നാൽ അതുപോലെ ചെയ്യാം സാർ. ഞാൻ അവിടെ കാണാം, അവനെ കൂട്ടി വന്നാൽ മതി. നിന്റെ പേരില്ലല്ലോ. എടാ നീ തമാശ കളിക്കാൻ ഞാനാ പോണ. ഒച്ച വെക്കാതെ അളിയോ, അത് നമുക്കല്ലേ അറിയുള്ളൂ. എല്ലാരും ഞാൻ ചെയ്തെന്നല്ലേ വിചാരിച്ചേക്കുന്നേ. നീ ചെയ്തില്ലേ കൂടെ ഞാനിത് ചെയ്യുവാൻ. എനിക്ക് വേണ്ടി നീ ഇതിനകത്ത് പോന്നേ, ഞാനാ പോകേണ്ടത്. ചേട്ടാ ചേട്ടാ വേണ്ട, നീയാണെന്ന് അറിഞ്ഞില്ലല്ലോ, പിന്നെന്താടാ പ്രശ്നം? എടാ അളിയാ, എനിക്കൊന്നും സംഭവിക്കില്ലടാ. എടാ ഈ കേസൊക്കെ തള്ളിപ്പോടാ, എനിക്ക് വേഗം ജാമ്യം കിട്ടും. എടാ അകത്ത് പോയി കഴിഞ്ഞാൽ ചീത്തപ്പേരാവൂടാ. പിന്നെ ഏരിയയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെ വിളിക്കവര്. എടാ ജീവിതം മുഴുവനും മാറുവിടാ. അതുകൊണ്ട് വേണ്ടറിയാ ഇത്. എടാ എന്താ നീ കളിക്കുക? അതൊന്നും പറ്റില്ല. മേരിയോട് എന്താ പറയും ഞാൻ? ചേട്ടാ സമയാവുന്നടാ, വേഗം വാടാ ഇങ്ങോട്ട്. പരസ്പരം പ്രേമിച്ച് നിൽക്കാനൊന്നും ഇവിടെ സമയമില്ല. എടാ കാർത്തികേ, അടുത്ത പ്രാവശ്യം നീ തീർച്ചയായിട്ടും ജയിലിൽ കേറൂടാ. അതിനുള്ള പണി ഞാൻ പറഞ്ഞുതരാ. ഈ കാര്യത്തിൽ എനിക്ക് അകത്ത് പോകുന്നത് ഇഷ്ടമാടാ. അനിലെ, നിങ്ങളെ 15 ദിവസം റിമാൻഡിൽ വെക്കാനാണ് ജഡ്ജി ഓർഡർ ചെയ്തിരിക്കുന്നത്. കൊണ്ടുപോയിക്കോ. എടാ വന്നേ. സാറേ എടാ നീ ഒരു ഫോൺ ചെയ്യണമായിരുന്നു സാറേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ. സാറേ ഒന്ന് വേഗം ആവട്ടെ സാറേ. എന്താ മച്ചാൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നേ? നിന്റെ പേര് FIR കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ? സന്തോഷമായിട്ടിരിക്കും മച്ചാനെ, സന്തോഷമായിട്ടിരിക്കേ. ഞാനാ അവനെ അടിച്ചത്. എന്റെ കൈ കൊണ്ട് അവൻ മരിച്ചേ. ഞാനാ അകത്ത് പോകേണ്ടത്. നീ അടിച്ചപ്പോഴേ ഞാനത് വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ പറയാം, ഇതുപോലൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. അവൻ എനിക്ക് നന്നായി അറിയാം. ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. 15 ദിവസം എന്ന് പറഞ്ഞാ അതിനു മുമ്പ് ബെയില് കിട്ടില്ല ചേട്ടാ. നീ പേടിക്കണ്ട മച്ചാനെ, വലിയ കേസാണെങ്കിലും വിറ്റ്നസ് ഇല്ല. നീ പേടിക്കണ്ട മച്ചാനെ, അവൻ ഇറങ്ങും. മുരുകണ്ണനാണല്ലോ വിളിക്കുന്നേ. ആ പറയണ. ആ ദേ ബിരിയാണി വാങ്ങിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക. ആ എല്ലാം കഴിഞ്ഞെന്നേ. ആ കാർത്തിക് എന്റെ കൂടെ തന്നെ ഉണ്ട്. ആ ആ ആ ആ ആ പറയണ. ആ പറയണ. പേടിക്കാതെടി. ജയിലിലൊന്നും വന്ന് നീ കാണണ്ട. ഞാൻ അകത്ത് എന്നിട്ട് വിളിക്കാം നിന്നെ. ഇവിടെ ഒന്നിനും ഒരു കുറവില്ലടി. എന്ത് വേണേലും കാർത്തികിനോട് പറ കേട്ടോ മോളെ. പേടിക്കണ്ടേ? എന്താടി കരയാതെ മോളെ. പോടി മണ്ടി. നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണേടി. എന്നാ വെക്കട്ടെ, പോകുന്നതിന് മുമ്പ് വിളിക്കാടി. ആ ഉമ്മ ബൈ. മേരിയാണോടാ? അവള് കരയുവാടാ മച്ചു. അവളെ ഒന്ന് നോക്കണേടാ. എടാ നീ ഇങ്ങനെ കരയല്ലേടാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലടാ. നീ പേടിക്കണ്ടടാ. ഞാൻ ആ ചോര് പിടിച്ചെടുത്തെങ്കിൽ നന്നായിരുന്നേനല്ലടാ. ഇതെല്ലാം ആ ചുവര് കൊണ്ടുണ്ടായതല്ലേ. ഇനി ഒന്നും ഓർത്തിട്ട് കാര്യമില്ലടാ. ആരും ഇനി അതിന്റെ അടുത്ത് പോലും പോവില്ലടാ. എടാ നീ ഇനി എന്തിനാ അത് പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനാടാ ഇങ്ങനെ? നിനക്കറിയില്ലല്ലയാ, നമ്മൾ ആ ചുവര് എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് അവന്മാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നടക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിലിടിച്ചു മരിച്ച ആത്മാവിന് ശാന്തി ലഭിച്ചേനേടാ.
സോറി അളിയാ, ഞാനെന്നവനെ അടിക്കാതിരുന്നിരുന്നെങ്കിൽ ഇത് നീ നന്നായി കൈകാര്യം ചെയ്തേനെ അല്ലേ? ഞാൻ കാരണമല്ല. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. നീ ഇനി ഒന്നും ആലോചിക്കണ്ട. നീ പേടിക്കണ്ട അളിയാ, നീ പുറത്തു വരുന്നതിന് മുമ്പ് ആ ചുമരും നമ്മുടെ തന്നെ ആയിരിക്കൂടാ. വേണ്ട, ഇനി ഒന്നും ചെയ്യണ്ട, മനസ്സിലായോടാ? വിട്ടേക്കല്ല. കല്യാണത്തിന് മുമ്പ് തരികയൊന്നും വേണ്ട കേട്ടോ. എല്ലാം സാവധാനം മതി. നിന്റെ സ്വഭാവത്തിന് നീ ചിലപ്പോ പിടിച്ചു നിൽക്കില്ല. ഒന്ന് പോടാ, അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കല്യാണം കഴിഞ്ഞോളന്ന്. അമ്മേ, അനിൽ എന്തിയാ അമ്മേ? അനിലിനൊന്നുമില്ല മോനെ, അവനൊന്നും സംഭവിച്ചില്ല. ഭാസ്കര, ചുമരിന്റെ അതിലെ പോകണ്ട, ഇപ്പുറത്ത്. ശരി, ചുമരിന്റെ അടുത്തൂടെ പോ. ഞാൻ പറയുന്നവന് വല്ല കാര്യം കണ്ടില്ലടാ, വന്ന് നോക്കടാ. എഴുന്നേക്ക്, എഴുന്നേക്കേട്ടാ. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്ക്. നിന്റെ ജീവന്റെ ജീവനായ കൂട്ടുകാരൻ വന്നിരിക്കുന്നടാ. എന്നെ എടാ എടാന്ന് വിളിക്കരുതെന്ന് പറയില്ലായിരുന്നോ? ഞാനിനി ആരെയാ അങ്ങനെ വിളിക്കുന്നത്? എഴുന്നേക്കേട്ടാ, എഴുന്നേക്ക്. കണ്ണു തുറന്ന് എന്തെങ്കിലും എന്നോട് പറയേട്ടാ. നമ്മുടെ മോനെ വലിയ ഫുട്ബോൾ പ്ലെയർ റൊണാൾഡിനെ പോലെ ആക്കുമെന്ന് പറയുമായിരുന്നല്ലോ. അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കുന്നൊക്കെ പറയുമായിരുന്നല്ലോ ഏട്ടാ. അവനെ ഞാൻ പഠിപ്പിക്കേട്ടാ, അവനെ ഞാൻ പഠിപ്പിച്ച് വലിയ ആളാക്കേട്ടാ. എനിക്കിനി ആരുണ്ടേട്ടാ?